വസന്ത ഋതു എന്ന് പറയുമ്പോൾ അഷ്ടാംഗഹൃദയം സൂത്രസ്ഥാനം ഋതുചര്യ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് നമുക്ക് വസന്ത ഋതു ആരംഭിക്കുന്നത് ഒരു മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 മെയ് 15 വരെയുള്ള 2 മാസം 60 ദിവസക്കാലാണ് ഈ വസന്ത ഋതു. ഇപ്പോ ഈ കാണുന്ന സമയമുണ്ടല്ലോ, ഈ സമയത്ത് ചൂട് ഇങ്ങനെ കലശലായിട്ട് കൂടി വരിക നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഏതാണ്ട് നമ്മള് വസന്ത ഋതുവിലേക്ക് പ്രവേശിച്ച പോലെ തന്നെയാണ്. ഓക്കെ, ഈ കാലത്ത് ഈ മാർച്ച് 15 വരെയുള്ള സമയം നമുക്ക് ശിശിര ഋതുവാണ് ആക്ച്വലി. അപ്പൊ ഈ ശിശിര ഋതുവിന്റെ അവസാന ഭാഗം ആയി തുടങ്ങിയെങ്കിലും നമുക്ക് ഈ വസന്ത ഋതു വളരെ നേരത്തെ കയറി വരിക ണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ചൂട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം കാരണം പറയാണ്. ഓക്കെ, ഈ സമയത്ത് വസന്ത ഋതുവിന്റെ ചര്യകൾ കുറേശ്ശെ ഈ സമയത്ത് ശീലിച്ചു തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വസന്ത ഋതുക്കാലത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ആദ്യം അങ്ങോട്ട് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഈ ചൂട് അങ്ങോട്ട് കൂടുമ്പോൾ ശരീരത്തിലെ കഫം അലിയുക, അങ്ങനെ കഫം ഇളകുക, എന്നിട്ട് ആമാശയാശ്രിതമായിട്ട് കഫം വർദ്ധിക്കുക, ദഹനശക്തി കുറയുക, അഗ്നിവാന്തി ഉണ്ടാവുക, കഫം വർദ്ധിക്കുക, നെഞ്ചിലൊക്കെ കഫക്കെട്ട് ഉണ്ടാവുക, പിന്നെ സ്ഥിരമായിട്ട് കഫക്കെട്ട്, ചുമ, ആസ്മ ഇത്തരം പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ദേഹപ്രകൃതി കഫപ്രകൃതി ആയിട്ടുള്ളവര് ഇത്തരക്കാരൊക്കെ ഈ ചൂട് കൂടുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും ശരീരത്തെ തണുപ്പിക്കാനായിട്ട് കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, തണുത്ത സംഗതികൾ, ഫ്രിഡ്ജിലെ വെള്ളം ഇതൊക്കെ കൂടുതലായിട്ട് കുടിക്കാൻ സാധ്യതയുണ്ട്. ഇത് പരമ മണ്ടത്തരാണ്, വിഡിത്തരാണ്. കാരണം ഈ ആമാശയത്തെ ആശ്രയിച്ച് നമുക്ക് ഈ ചുമ, കഫക്കെട്ട്, ആസ്മ ഇത്തരം പ്രശ്നങ്ങളൊക്കെ രോഗാവസ്ഥകളൊക്കെ ആരംഭിക്കുന്നത് ആമാശയത്തിനെ ആശ്രയിച്ചാണ്. അപ്പൊ ആമാശയത്തിൽ ദഹനശക്തി കുറയുന്നുണ്ട്, ജഠരാഗ്നി മന്ദിക്കുന്നുണ്ട്, ഒപ്പം തന്നെ കഫം വർദ്ധിക്കുന്നുണ്ട്, കഫക്കെട്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തണുപ്പ് തട്ടി കഴിഞ്ഞാൽ കഫം ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ ഈ ശിരസിനെ ആശ്രയിച്ച്, നെഞ്ചിനെ ആശ്രയിച്ചൊക്കെ കഫസ്ഥാനാണല്ലോ, അവിടെ ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ് ഈ ജലദോഷം, മൂക്കടപ്പ്, തുമ്മല്, ചുമ, ആസ്മ, വലിവ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ, കിതപ്പ് ഇതൊക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഇത്തരം പ്രശ്നങ്ങളൊക്കെ പൊതുവെ എല്ലാവരും അനുഭവിക്കുന്നതാണ്. അത്തരക്കാർക്കും ഈ മാസങ്ങളിൽ, അതായത് ഈ ചൂട് കൂടി വരുന്ന ഈ മാർച്ച് മാസവും ഈ ഫെബ്രുവരിയുടെ അവസാനം അതുപോലെ ഒരു മെയ് പകുതി വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ ഇനിയിപ്പോ ഋതുസന്ധിയും അഷ്ടാംഗഹൃദയത്തിലെ ഋതുചര്യൊന്നും അറിയില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാലോ, നമുക്ക് ഈ ചൂട് കൂടുമ്പോൾ തല വേർത്ത് നീരിറങ്ങിയിട്ട് ശിരസിന്ന് നീർക്കെട്ടിറങ്ങിയിട്ടേ നമുക്ക് ഈ തുമ്മലും ജലദോഷമൊക്കെ കൂടുതൽ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ചുമയും കഫക്കെട്ടും ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് കൂടുതലായിട്ട് വരാറുണ്ട് ഈ കാലാവസ്ഥകളിലൊക്കെ, അല്ലേ, നിങ്ങൾക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദഹനത്തകരാറുണ്ടാക്കുന്ന, ദഹനക്കേട് ഉണ്ടാക്കുന്ന, അതായത് ഒരുപാട് ദഹിക്കാൻ പ്രയാസമുള്ള പൊറോട്ടയും ഫ്രൈഡ് റൈസും ഉഴുന്നുവടയും പഴംപൊരിയും എണ്ണപ്പലഹാരങ്ങളും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. ഒപ്പം തന്നെ ദഹനത്തെ മന്ദിപ്പിക്കുന്ന, അഗ്നിയെ മന്ദിപ്പിക്കുന്ന സംഗതികളാണല്ലോ ഈ തണുത്ത സാധനങ്ങൾ. തണുത്തെന്ന് പറയുമ്പോൾ നമുക്ക് കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം അങ്ങനത്തെ സംഗതികളൊക്കെ ഒഴിവാക്കിയാൽ മതി. നമുക്ക് കഴിച്ച് ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ തണുപ്പുളവാക്കുന്ന സംഗതികളൊക്കെ ഈ സമയത്ത് ശീലിക്കാം, വിരോധമില്ല. അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് കേട്ടോ. അപ്പൊ കഫം വർദ്ധിപ്പിക്കുന്ന സംഗതികളാണ് നമുക്ക് ദഹിക്കാൻ പ്രയാസമുള്ള മാംസാഹാരങ്ങൾ, ഓക്കെ, കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ, ആട്ടിൻ മാംസവും അതുപോലെ പോത്തിറച്ചിയും ഇത്തരം ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ, കടൽ മത്സ്യങ്ങൾ, വലിയ മത്സ്യങ്ങൾ, മധുര പലഹാരങ്ങൾ, പകൽ ഉറങ്ങുന്നത് ഇതൊക്കെ കഫം വർദ്ധിപ്പിക്കും, അഗ്നിയെ മന്ദിപ്പിക്കും. അതുകൊണ്ട് അത്തരം സംഗതികൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പകൽ ഉറങ്ങണ്ട, തണുത്തതും കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീമും ഒന്നും കഴിക്കേണ്ട, ദഹിക്കാൻ പ്രയാസമുള്ള പൊറോട്ടയും ഫ്രൈഡ് റൈസും എണ്ണപ്പലഹാരങ്ങളും ഒഴിവാക്കുക. എളുപ്പം ദഹിക്കുന്ന, നന്നായിട്ട് പാചകം ചെയ്ത വെള്ളയപ്പം, നൂലപ്പം, ഇടിയപ്പം, ദോശ, ഓട്സ്, കോൺഫ്ലെക്സ് ഇത്തരം സംഗതികൾ, പൊടിയരി കഞ്ഞി, ചൂട് കഞ്ഞി കുടിക്കാൻ, ഉപ്പിട്ടിത്തിരി കഞ്ഞി കുടിക്കാം, അതൊക്കെ വളരെ നല്ലതാ. പിന്നെ തോരനൊക്കെ അധികം എണ്ണ ഒഴിച്ച് താളിക്കാതെ എണ്ണപ്പലഹാരങ്ങൾ, എണ്ണയിലിട്ട് വറുത്ത സംഗതികളൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ ദഹന തകരാറുണ്ടാവും. അതുവഴി ഈ ചൂട് കൂടുമ്പോൾ ആമാശയാശ്രിതമായിട്ട് കഫം വർദ്ധിച്ച് ഇത്തരം ചുമ, കഫക്കെട്ട്, ആസ്മ ഇത്തരം പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ജലദോഷം, നീരിളക്കം, തുമ്മല് ഇത്തരം രോഗാവസ്ഥകൾ ഉള്ളവരും ഈ കോവിഡ് ഒക്കെ ഒന്ന് മാറിയതിനു ശേഷം ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ഹെവി ആയിട്ടുള്ള ദഹിക്കാൻ പ്രയാസമുള്ള, ദഹനശക്തി കുറയ്ക്കുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് എളുപ്പം ദഹിക്കുന്ന, നമുക്ക് ഈ സംഭാരം, രസം, കാച്ചിയ മോര് ഇതൊക്കെ ആവാം, അതൊക്കെ ഈ സമയത്ത് വളരെ വിശിഷ്ടമാണ്. അതൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമായിക്കോ. എന്നിട്ട് ഈ കഞ്ഞിയും ചോറും ഇഡ്ഡലിയും വെള്ളയപ്പം ഒക്കെ ആവും നല്ലത്. ഈ പൊറോട്ടയും ഫ്രൈഡ് റൈസും അത്തരം ജങ്ക് ഫുഡുകളും ദഹന തകരാറുണ്ടാക്കുന്ന ബേക്കറി സാധനങ്ങളും വറുത്ത സാധനങ്ങളും എണ്ണയിൽ പൊരിച്ചതും ഒക്കെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഡോക്ടർ സേവ്യർ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.